ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ 4 ആണ് കേട്ടോ. ഈ ഒരു ദിവസം നമ്മൾ കാണാനായിട്ട് പോകുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സിറാണ്. ഈ ഒരു ഹെയർ സിറം നമ്മുടെ മുടി പൊട്ടി പോകുന്ന പ്രശ്നം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റൻസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സിറാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സെറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സീഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലാക്സീഡ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. ഉലുവയായാലും അതെ, നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ, മുടി പൊട്ടി പോകുന്ന പ്രശ്നം അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ്. ഏത് കളറിലുള്ള ചെമ്പരത്തി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഒരു നെല്ലിക്ക മതി. ഇതാണ് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇനി ഇതേപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡും അതേ അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ഉലുവ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തിയുടെ ഇതൾ ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ ചെമ്പരത്തി വേണമെങ്കിലും ഉപയോഗിക്കാം. ചെമ്പരത്തി നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നല്ല നാടൻ ചെമ്പരത്തി ആണെങ്കിൽ ഇതിൽ ഒന്നുകൂടി നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നെല്ലിക്കയും കൂടി അരിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു കറക്റ്റ് സെറം ഫോമിലേക്ക് ആവണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ആദ്യം ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഇത് തിളയ്ക്കുമ്പോഴത്തേനും നന്നായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നൊരു സിറത്തിൻ്റെ ഫോമിലേക്ക് വരും. നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് ഒരു ജെല്ലിൻ്റെ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്ത് മുഴുവനും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും വേണം. അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച് ഇതൊരു ജെൽ ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് നല്ലൊരു വൃത്തിയുള്ള തുണി ഒന്ന് വിരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു സെറം നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുണി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മുടെ നാച്ചുറലായിട്ട് ഹെയർ സിറം നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു മണം തരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. റോസ് വാട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ഹെയർ സിറം നമുക്ക് ഫ്രിഡ്ജിൽ 1 മാസം വരെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സെറം നമുക്ക് ഡെയിലി 2 നേരം വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു സെറം ചിലപ്പോൾ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കേണ്ടത് ആവണക്കെണ്ണയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണ ഇതിൽ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ആവണക്കെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഹെയർ സെറം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു സെറം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെറം ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു സെറം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയൊക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ചെമ്പരത്തിയും അതേപോലെ തന്നെ ഫ്ലാക്സീഡും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഉലുവയായാലും അതേപോലെ തന്നെ നെല്ലിക്കയിലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് നമുക്ക് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനി സ്പ്ലിറ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെറം എടുക്കാൻ ആവശ്യത്തിനുള്ളത് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സെറൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഉണങ്ങാനായിട്ട് വിടുക. അതിനുശേഷം മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിവെക്കുമ്പം തന്നെ കുറേ അധികം നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ വേരോടെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം, അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സെറം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റുക, മുടി പൊട്ടിപ്പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സെറാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ സെറം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.